ആകാശവാണി. നമസ്കാരം. സേവാ പർവിന്റെ ഭാഗമായി ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ പ്രത്യേക ചർച്ചയിലേക്ക് സ്വാഗതം. ഡിജിറ്റൽ ഇന്ത്യ, ആധാർ മുതൽ AI വരെ എന്ന വിഷയമാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. നമ്മോടൊപ്പം അതിഥിയായി ചേരുന്നത് കേരള സർവകലാശാല മുൻ പ്രൊഫസറും സീഡിറ്റിന്റെ മുൻ ഡയറക്ടറുമായ ഡോക്ടർ അച്യുത് ശങ്കറാണ്. ഒപ്പം ഞാൻ പാർവതി വിജയൻ. ചർച്ചയിലേക്ക് സ്വാഗതം സർ. നമസ്കാരം. ഡിജിറ്റൽ സാങ്കേതിക വിദ്യയിൽ ഇന്ത്യ വളരെയേറെ മുന്നോട്ട് സഞ്ചരിച്ചു കഴിഞ്ഞു. നമ്മുടെ ദൈനംദിന ജീവിതത്തെ ഇത് എത്രത്തോളം സ്വാധീനിച്ചെന്ന് ഒന്ന് വിശദീകരിക്കാമോ? നമുക്കെല്ലാവർക്കും അറിയാം, കഴിഞ്ഞ 10-30 വർഷങ്ങൾക്ക് ഇടയ്ക്ക് ഡിജിറ്റൽ സാങ്കേതിക വിദ്യയെ ജനകീയമാക്കുന്ന ഒരു പ്രതിഭാസം ലോകത്തെല്ലായിടത്തും വ്യാപിക്കുകയുണ്ടായി. യഥാർത്ഥത്തിൽ കമ്പ്യൂട്ടറുകളുടെ വ്യാപനം നമ്മൾ പ്രതീക്ഷിച്ചിരുന്ന സമയത്താണ് കമ്പ്യൂട്ടർ കുറച്ചും കൂടെ രൂപം മാറി ഒരു ഫോണായിട്ട്, നമുക്ക് വേണമെങ്കിൽ അതിനെ ജനതാ കമ്പ്യൂട്ടർ എന്ന് പറയാം, അത് വ്യാപിക്കാൻ തുടങ്ങി. എല്ലാ മനുഷ്യരുടെ കയ്യിലും മൊബൈൽ ഫോൺ എത്താൻ തുടങ്ങിയപ്പോൾ അതിനെ വളരെ ഫലപ്രദമായി നമ്മുടെ രാജ്യം ഉപയോഗിച്ചു എന്ന് വേണം നമുക്ക് വിലയിരുത്താനായിട്ട്. ഇതിലൂടെ സർക്കാർ സേവനങ്ങൾ ജനങ്ങളിലെത്തിക്കുക, പുതിയ ഒരുപാട് സൗകര്യങ്ങൾ ലഭ്യമാക്കുക, ഇതെല്ലാം ഈ സാങ്കേതിക വിദ്യയിൽ കൂടെ നടന്നു കഴിഞ്ഞു. നമുക്ക് വളരെ അഭിമാനകരമായ, ലോകത്തിന് മുമ്പിൽ നമുക്ക് വളരെ അഭിമാനകരമായ തലത്തിലേക്ക് നമുക്ക് ഡിജിറ്റൽ സാങ്കേതിക വിദ്യ സാധിച്ചിട്ടുണ്ടെന്ന് നിസ്സംശയം പറയാം. പ്രത്യേകിച്ച് നമ്മുടെ രാജ്യം പോലെ വളരെ വലിയ ജനബാഹുല്യമുള്ള ഒരു രാജ്യത്ത് ഇത്തരം കാര്യങ്ങൾ നടക്കുമോ എന്ന് സംശയിച്ചിട്ടുള്ളവരുണ്ട്. ഒരുപക്ഷേ ഈ ദരിദ്രരായിട്ടുള്ള ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തുന്നതിനുൾപ്പെടെ ഉപയോഗപ്രദമായിട്ട് ഡിജിറ്റൽ സാങ്കേതിക വിദ്യ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നു എന്നാണ്. നമ്മൾ മാത്രമല്ല, ഇത് ലോകത്തെ പല സംഘടനകളും ഒക്കെ അംഗീകരിച്ചു കഴിഞ്ഞിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഈ ഗവേണൻസ് സംവിധാനം ജനങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഉപയോഗപ്രദമായ ഒരു ഇതാണ്. ആ സൗകര്യം ആൾക്കാർക്ക് എത്രത്തോളം ഗുണം ചെയ്തു? നമ്മളിപ്പോൾ ഒരു വളരെ ലളിതമായിട്ട് പറയുകയാണെങ്കിൽ, ഒരു കാലത്ത് നമുക്ക് ഈ സർക്കാരിൽ ഓരോ കാര്യങ്ങൾ ചെയ്തെടുക്കണമെങ്കിൽ, ന്യായമായിട്ടുള്ള കാര്യങ്ങൾ പോലും ചെയ്തെടുക്കണമെങ്കിൽ നമുക്കൊരു രാഷ്ട്രീയ ബന്ധം ഉണ്ടാകണം, പൊളിറ്റിക്കൽ കണക്ഷൻ നമ്മൾ പറയും. ഇന്ന് സത്യം പറഞ്ഞാൽ അതിൻ്റെ ആവശ്യമില്ല. ഇന്റർനെറ്റ് കണക്ഷൻ അതിനേക്കാളും ശക്തമാണ്. ഉദാഹരണത്തിന് ഇപ്പോൾ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കണമെങ്കിൽ നമ്മൾ അതിൻ്റെ പ്രാഥമിക നടപടിയെല്ലാം ഇതിനകത്താണ് പൂർത്തിയാക്കുന്നത്. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് വിശ്വസനീയമായ രീതിയിൽ ഡിജിറ്റലായിട്ട് മാറിക്കഴിഞ്ഞു. അപ്പോൾ ഈ സംവിധാനത്തിലൂടെ ഭരണം യഥാർത്ഥത്തിൽ ഓരോ ജനങ്ങളുടെയും വിരൽത്തുമ്പിലോട്ട് എത്തിയിരിക്കുകയാണ്. ജനങ്ങളിന്ന് കൂടുതൽ പ്രതീക്ഷിക്കുന്നു. ജനങ്ങളിന്ന് കൂടുതൽ അവർ അക്കാര്യത്തിൽ എന്തെങ്കിലും ചെറിയ അസൗകര്യങ്ങൾ ഉണ്ടായാൽ വരെ വിമർശിക്കുന്ന ഒരു തരത്തിലേക്ക് എത്തിയത് യഥാർത്ഥത്തിൽ നമ്മുടെ ഗുഡ് ഗവേണൻസ് ആയിട്ട് മാറാനുള്ള ഒരു ലക്ഷണമായിട്ടാണ് ഞാനതിനെ കാണുന്നത്. ആധാർ കൊണ്ടുവന്നത് ഒരു വലിയ വിപ്ലവമായിരുന്നു. എല്ലാം ആധാറുമായിട്ട് നമ്മൾ ലിങ്ക് ചെയ്ത് ഒരു ഐഡൻറ്റിഫിക്കേഷൻ. ജനങ്ങൾക്ക് ഏതൊക്കെ രീതിയിൽ ഇതിൻ്റെ ഗുണഫലം കിട്ടിയിട്ടുണ്ടെന്നാണ് കരുതുന്നത്? നമ്മൾ ആധാറിൻ്റെ നേട്ടത്തിനെ കുറിച്ച് പറയുമ്പോൾ എടുത്തു പറയേണ്ടുന്നൊരു കാര്യം, ലോകത്ത് തന്നെ ഇത്രയും വലിയ ഒരു സിറ്റിസൺ ഐഡൻറ്റിഫിക്കേഷൻ സംവിധാനം ഇല്ല എന്നുള്ളത്. നമ്മുടെ രാജ്യത്തിൻ്റെ വലിപ്പം കൊണ്ടും കൂടിയാണത്. ഏകദേശം 138 കോടി ജനങ്ങൾ. അപ്പോൾ അതിന് പല തരത്തിലാണ് അതിൻ്റെ ഗുണം. ഒന്ന്, തുടക്കത്തിൽ ഇതിൻ്റെ ഒരു പശ്ചാത്തലം തന്നെ സുരക്ഷയായിരുന്നു. നമ്മുടെ രാജ്യത്തിൻ്റെ അതിർത്തി ഗ്രാമങ്ങൾക്കാണ് ആദ്യമായിട്ടിത് ആവശ്യം ഉണ്ടെന്ന് കരുതുകയും ഗവൺമെൻറ് പ്രയത്നിക്കാൻ തുടങ്ങുകയും ചെയ്തത്. പക്ഷേ പിന്നീട് അത് എല്ലാ പൗരന്മാർക്കും എന്നുള്ളൊരു ആശയത്തിലേക്ക് വരികയും അത് വളരെ ഫലപ്രദമായിട്ട് നമ്മൾ നടപ്പിലാക്കുകയും ചെയ്തിരിക്കുന്നു. ഇപ്പോൾ ഉപയോഗം നമുക്കറിയാം. ഇപ്പോൾ സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ചെറിയ കാര്യം പറഞ്ഞാൽ, ഇപ്പോൾ പുതിയ വന്നിരിക്കുന്ന സാങ്കേതിക വിദ്യ ഉപയോഗിച്ചിട്ട്, AI സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഒരു AI ക്യാമറ ഒരു വലിയ മൈതാനത്തിൽ നിൽക്കുന്ന ആൾക്കാരുടെ ഇടയിലേക്ക് ആ ക്യാമറ മുഖം തിരിച്ചാൽ ആധാർ ഉള്ളവരും ആധാർ രജിസ്ട്രേഷനും ഡേറ്റാബേസുമായിട്ട് ബന്ധപ്പെടുത്തി കഴിഞ്ഞാൽ അവിടെ നിൽക്കുന്ന 100,000 പേരെയും തിരിച്ചറിയാൻ ആ ക്യാമറയ്ക്ക് സാധിക്കും. അപ്പോൾ ഇത്തരത്തിലൊരു സിറ്റിസൺ ഡേറ്റാബേസ് ഉണ്ടായതിൻ്റെ ഒരു പ്രത്യേകതയാണത്. പിന്നെ സേവനങ്ങളെല്ലാം തന്നെ, സർക്കാരിൻ്റെ സേവനങ്ങൾ ഡ്യൂപ്ലിക്കേഷൻ വരിക, അല്ലെങ്കിൽ കള്ള പേരിൽ അത് തട്ടിയെടുക്കുക, ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് ചിലപ്പോൾ ചെറിയ തോതിൽ ഇപ്പോഴും നടക്കുന്നുണ്ടായിരിക്കും. പക്ഷേ ഏറ്റവും ഫലപ്രദമായിട്ടുള്ളൊരു പരിഹാരമായിട്ടാണ് നമ്മളിതിനെ കാണുന്നത്. അതുപോലെ നുഴഞ്ഞുകയറ്റക്കാരോ അങ്ങനെയുള്ളവർക്കൊന്നും തന്നെ ഇടം കൊടുക്കാത്തൊരു സംവിധാനമായിട്ട് ഇത് മാറിയതുകൊണ്ട് ഭരണത്തിൻ്റെ ഒരു ആണിക്കല്ലെന്ന് പറയാവുന്നൊരു കാര്യമായിട്ടത് മാറിയിരിക്കുന്നു. AI കാര്യം പറഞ്ഞല്ലോ. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മാത്രമല്ല, ബ്ലോക്ക് ചെയിൻ പോലുള്ള സാങ്കേതിക വിദ്യകളാണ് ഇന്ത്യയുടെ ഭാവി എന്ന് കണക്കാക്കുന്നത്. ഇന്ത്യ ഒരു മൂന്നാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയാക്കി മാറ്റാൻ എത്രത്തോളം സഹായിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അതിൽ ഇനിയും നമ്മൾ എത്ര മുന്നേറാനുണ്ട്? IT രംഗത്തെ സംബന്ധിച്ച് നമ്മുടെ ഒരു മേൽക്കൈ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമ്മുടെ മനുഷ്യ വിഭവമാണ്. നമ്മുടെ നാട്ടിലുള്ളത്രയും IT പ്രൊഫഷണൽസ് ഒരിടത്തും ഇല്ല. നമ്മുടെ IT പ്രൊഫഷണൽസാണ് അമേരിക്ക പോലുള്ള രാജ്യങ്ങളുടെ പുരോഗതിക്ക് ചുക്കാൻ പിടിക്കുന്നത്. അവരുടെ സാങ്കേതികവിദ്യ മുന്നോട്ട് പോകുന്നതിൻ്റെ ഒരു വലിയ പങ്ക് വഹിക്കുന്നത് നമ്മുടെ തലച്ചോറാണ്. എന്നാൽ അതേസമയം നമ്മളൊരു രാജ്യമെന്നുള്ള നിലയിൽ നോക്കിയാൽ നമ്മൾ കാണുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് സോഫ്റ്റ്വെയർ രംഗത്ത് നമുക്ക് വലിയ
മേൽക്കൈ നമുക്ക് നേടാൻ സാധിച്ചിട്ടുണ്ടെങ്കിലും നമ്മൾ ഹാർഡ്വെയർ രംഗത്ത് നമ്മൾ അത്രയും തന്നെ മുന്നിലല്ല. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഇന്നത്തെ ഈ AI വിപ്ലവത്തിൻ്റെ ചുക്കാൻ പിടിക്കുന്നത് സത്യം പറഞ്ഞാൽ അതിൻ്റെ തലച്ചോറാണ്. കമ്പ്യൂട്ടറിൻ്റെ ഏറ്റവും ശക്തമായിട്ടുള്ള തലച്ചോറ് ചിപ്പായിട്ട് ഉണ്ടാക്കുന്നുണ്ട്. GPU എന്നാണ് അതിനെ പറയുന്നത്. യഥാർത്ഥത്തിൽ ആ ചിപ്പ് കിട്ടിയാൽ മാത്രമേ നിങ്ങൾക്ക് ഏറ്റവും പുതിയ AI സൃഷ്ടിക്കാൻ സാധിക്കുകയുള്ളൂ. 10,000 ചിപ്പുകൾ ചേർത്താണ് നമ്മളൊരു ChatGPT പോലുള്ളൊരു സംവിധാനം ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് ചിപ്പ് നിർമ്മാണത്തിൽ നമ്മുടെ രാജ്യത്തിൻ്റെ പുരോഗതി എന്ന് പറഞ്ഞാൽ വളരെ പരിമിതമാണ്. പക്ഷേ ഇപ്പോഴ് ഗവൺമെൻറ് അതിനുവേണ്ടി ഒരു പദ്ധതി ആവിഷ്കരിച്ചിരിക്കുക. ഈ സെമി കണ്ടക്ടർ മേഖലയെ വളരെയധികം മുന്നോട്ട് കൊണ്ടുപോകാനും ഒരു 4-5 വർഷത്തിനകം ഈ NVIDIA പോലെ ഒരു ചിപ്പ് ഇന്ത്യയിൽ നിന്ന് ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് ഈ രംഗത്ത് വലിയ കുതിപ്പായിരിക്കും നമുക്കിന്നുണ്ടാകും. കാരണം അതിൽ ഡേറ്റയും പിന്നെ വളരെ ശേഷിയുള്ള സോഫ്റ്റ്വെയറുമാണ് 2 ഘടകങ്ങൾ അതിലെ വികസനത്തിൻ്റെ. അതിലൊന്ന് നമുക്കുണ്ട്. അപ്പോൾ രണ്ടാമത്തെ ഘടകം നമ്മൾ ഈ സെമി കണ്ടക്ടർ വ്യവസായം നമ്മൾ പച്ച പിടിക്കുന്നതോടുകൂടി നമുക്കതിന് മേൽക്കൈ നേടാൻ സാധിക്കും. പക്ഷേ അതുവരെ നമ്മൾ ഇതിനെ ഇമ്പോർട്ടിനെ ആശ്രയിച്ചാണ്, അമേരിക്കയിൽ നിന്നുള്ള ഇമ്പോർട്ടിനെ ആശ്രയിച്ചാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. എങ്കിലും ഈ മേഖല വികസനത്തിന് അത്യന്താപേക്ഷിതമാണെന്ന് തെളിയിക്കപ്പെട്ട് കഴിഞ്ഞു. ഇന്ന് നമ്മളെല്ലാവരും ഉറ്റുനോക്കുന്നത് ഒരു ഹ്യൂമനോയിഡ് റോബോട്ടിൻ്റെ വ്യവസായമായിരിക്കും നമ്മുടെ ലോകത്തെ ഏറ്റവും വലിയ വ്യവസായമായിട്ട് മാറാൻ പോകും. നമ്മുടെ വരുന്ന ഭാവി തലമുറ എന്ന് പറഞ്ഞാൽ പാതി മനുഷ്യനായിട്ടുള്ള റോബോട്ടുകൾ കൂടെ മനുഷ്യർക്ക് സേവനം ചെയ്യുന്നൊരു തലമുറയായിരിക്കും. അപ്പോൾ ആ കാലഘട്ടത്തിൽ നമ്മൾ ഭാരതത്തിനെ അതിനുവേണ്ടി തയ്യാറെടുക്കാനായിട്ട് സാങ്കേതികവിദ്യ രംഗത്ത് AI രംഗത്ത് വലിയ നമ്മുടേതായിട്ടുള്ള നേട്ടങ്ങൾ നമ്മൾ ഉണ്ടാക്കേണ്ടത്. സാധാരണ ആൾക്കാരുടെ കാര്യം പറഞ്ഞാൽ കൃഷി മുതൽ പ്രതിരോധ മേഖല വരെ എല്ലായിടത്തും സാങ്കേതിക വിദ്യയുടെ കടന്നുകയറ്റമുണ്ട്. അങ്ങനെ വരുമ്പോൾ നമുക്ക് എത്രത്തോളം സാധാരണ ജനങ്ങൾക്ക് അതിൻ്റെ ഒരു ഗുണബലം കിട്ടിയിട്ടുണ്ടെന്നാണ് കരുതുന്നത്? എനിക്ക് തോന്നുന്നു നമ്മളതിനെ പ്രത്യക്ഷമായിട്ടും പരോക്ഷമായിട്ടും നമുക്ക് കാണാം. ഇപ്പോൾ കൃഷി രംഗത്ത് നേരിട്ട് പ്രവർത്തിക്കുന്നവരെ സംബന്ധിച്ചാണെങ്കിൽ ഹൈടെക് കൃഷി, ഈ പുതിയ തരം സെൻസറുകളുണ്ട്. അതിനെ IoT എന്നാണ് അതിനെപ്പറ്റി നമ്മൾ പരാമർശിക്കാറ്. ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ് എന്ന് പറഞ്ഞ് അതിപ്പോൾ എത്ര ഓക്സിജൻ എത്രയുണ്ട്, നൈട്രജൻ എത്രയുണ്ട്, ജലാംശം എത്രയുണ്ടെന്നെല്ലാം കൃത്യമായിട്ട് അളന്ന് മനസ്സിലാക്കിക്കൊണ്ടേയിരിക്കാൻ നിരന്തരമായിട്ട്, അതിനനുസരിച്ച് വളവും വെള്ളവും കൊടുക്കാനും അതുപോലെ വിള പാകമായോ എന്നറിയാനായിട്ടുള്ള AI ക്യാമറകൾ, ഇതിനെല്ലാം പുറമെ അഗ്രികൾച്ചറൽ മെഷീനറിയിൽ വന്നിട്ടുള്ള മാറ്റം. ഇപ്പോൾ ഈ വിളവെടുക്കുന്നതിന് ഇപ്പോൾ ചെറിയ പഴങ്ങൾ പോലുള്ളത് വിളവെടുക്കാനായിട്ട് നമ്മൾ ഒരുപാട് ആൾക്കാരുടെ ആവശ്യം വേണ്ടി വരും. എന്നാൽ അത് വളരെ വലിയ തോതിൽ കൃഷി ചെയ്തിട്ട് യന്ത്രങ്ങൾ തന്നെ ചെന്ന് അതിന് യാതൊരു കേടും പറ്റാതെ അത് പറിച്ചെടുക്കാൻ സാധിക്കുന്ന യന്ത്രങ്ങളുണ്ടായിരിക്കും. വളരെ വലിയ തോതിൽ ഉൽപ്പാദനം നടത്താനും അത് കയറ്റുമതിക്ക് വേണ്ടിയാണെങ്കിലും നമ്മൾ ആഭ്യന്തര വിപണിക്ക് വേണ്ടിയാണെങ്കിലും ഇതെല്ലാം ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളതുകൊണ്ട് മൊത്തത്തിൽ ആ കാർഷിക രംഗത്ത് വലിയ ഉണർവ് ഈ സാങ്കേതിക വിദ്യ കാരണം ഉണ്ടായിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ചിലവ് കുറഞ്ഞ രീതിയിൽ യന്ത്രങ്ങൾ ഉപയോഗിച്ച് കൃഷി ചെയ്യുമ്പോഴത്തേക്കും കുറഞ്ഞ ചിലവിൽ ആൾക്കാർക്ക് സാധനങ്ങൾ കിട്ടുന്നു, കൂടുതൽ സാധനം കിട്ടുന്നു, കൂടുതൽ വിൽപ്പന നടക്കുന്നു. പിന്നെ അതിൻ്റെ മേഖല അവിടെ കൊണ്ട് തീരുന്നില്ല. ഇപ്പോൾ മെഡിക്കൽ ഫീൽഡ്, ഈ യന്ത്ര സംവിധാനങ്ങളും സാങ്കേതിക വിദ്യയും ഡിജിറ്റൽ സാങ്കേതിക വിദ്യകളും നമ്മൾ ആരോഗ്യ പരിരക്ഷാ രംഗത്ത് ദൂരെ ഇരുന്നു കൊണ്ട് ചികിത്സ ചെയ്യുന്ന ടെലിമെഡിസിൻ, സുരക്ഷയുടെ കാര്യം പറയുകയാണെങ്കിൽ യുദ്ധരംഗം തന്നെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മുഴുവൻ മാറിക്കഴിഞ്ഞു. നിർമ്മിത ബുദ്ധി ഉപയോഗിച്ചിട്ടുള്ള യുദ്ധതന്ത്രങ്ങളാകട്ടെ, യുദ്ധ നീക്കങ്ങളാകട്ടെ, റോബോട്ടുകൾ ഉപയോഗിച്ചിട്ടുള്ള ആക്രമണമാകട്ടെ, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഈ അടുത്തിടെ നടന്ന യുദ്ധത്തിൽ തന്നെ നമ്മൾ കണ്ട് ഡ്രോണുകളെ ഉപയോഗിച്ചിട്ടുള്ള നിരീക്ഷണങ്ങളും ഒക്കെ. അപ്പോൾ കൂടുതലും മനുഷ്യർക്ക് പിന്നെ ജീവഹാനി സംഭവിക്കാതെ ഉള്ള യുദ്ധതന്ത്രങ്ങൾ ഉൾപ്പെടെ അങ്ങനെ ഏത് മേഖല നോക്കിയാലും നമ്മൾ സാങ്കേതിക വിദ്യയുടെ കടന്നുകയറ്റം നമുക്ക് കാണാൻ സാധിക്കും. മഹാത്മാഗാന്ധി പറഞ്ഞിട്ടുണ്ട്, ഗ്രാമങ്ങൾ വികസിച്ചാലാണ് ഇന്ത്യ വികസിക്കുക എന്നുള്ളത്. ഡിജിറ്റൽ ഇന്ത്യ ഗ്രാമീണ മേഖലയിലെ വിദ്യാഭ്യാസ ആരോഗ്യ സേവനങ്ങളിൽ ഒരുപാട് മെച്ചപ്പെടുത്തിയിട്ടുണ്ട്. അതെങ്ങനെയാണ് വിശദീകരിക്കുന്നത് സർ? നമ്മുടെ മഹാത്മാഗാന്ധി പറഞ്ഞ ആ വീക്ഷണത്തിന് അന്നത്തെ സാങ്കേതിക വിദ്യയ്ക്ക് ഒരുപാട് പരിമിതികളുണ്ടായിരുന്നു. ഇപ്പോൾ ഉദാഹരണത്തിന് വിദ്യുത് ശക്തി ഒരു ഗ്രാമത്തിൽ എത്തിക്കണമെങ്കിൽ അത് വിദ്യുശക്തി ഉൽപ്പാദിപ്പിച്ച് അത് വലിയ ട്രാൻസ്മിഷൻ ടവറിലൂടെ അതിന് തൊട്ടടുത്ത സ്ഥലങ്ങളിൽ എത്തിച്ചതിന് ശേഷം പിന്നീട് ഡിസ്ട്രിബ്യൂഷൻ ലൈൻസ് പോസ്റ്റിൽ കൂടെ വലിച്ച് ആ വിദ്യുച്ഛക്തി വയറിലൂടെ ഒരു വീട്ടിലെത്തുമ്പോഴേക്കും അത് വലിയൊരു സമ്പ്രദായമാണ് അത്രയും കൊണ്ടെത്തിക്കുക എന്നുള്ളത്. അപ്പോൾ ഇത്തരത്തിൽ വികസനം മുഴുവൻ ഭൗതികമായിട്ടുള്ള സാഹചര്യങ്ങളിലേക്ക് മാത്രമായിരുന്നു അന്നത്തെ ഒരു ശ്രദ്ധ. എന്നാൽ ഈ ഇൻ്റർനെറ്റിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മൊബൈൽ ഫോൺ കയ്യിലെത്തിക്കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഉപയോഗിക്കാനുള്ള സാധ്യത ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതിന് നമ്മൾ ഭൗതികമായിട്ട് ആ ഗ്രാമത്തിൽ എത്തിച്ചേരണമെന്നില്ല, അവിടെ റേഞ്ച് വരുത്താനായിട്ട്. വന്നു കഴിഞ്ഞാൽ ഒരു വലിയൊരു പ്രദേശത്തിൽ, വളരെ ഒറ്റപ്പെട്ട് കിടക്കുന്ന പ്രദേശത്തിൽ വേണമെങ്കിൽ നമുക്ക് ഈ സേവനങ്ങൾ കൊണ്ടെത്തിക്കാൻ സാധിക്കുന്നുണ്ട്. ഒരു വനപ്രദേശത്ത് വസിക്കുന്ന ആൾക്കാർക്ക് അവരുണ്ടാക്കുന്ന വളരെ മൗലികമായിട്ടുള്ള ചില ഉൽപ്പന്നങ്ങൾ, അവിടെ മാത്രം ഉണ്ടാക്കാൻ സാധിക്കുന്ന ഉൽപ്പന്നങ്ങൾ അവർക്ക് വിൽക്കാൻ ഇതിൽ കൂടെ ഇൻ്റർനെറ്റിൽ കൂടെ
പരസ്യം ചെയ്ത് വിൽക്കാനും അത് ലോകം മുഴുവൻ വിപണിയായിട്ട് ഉപയോഗിക്കാനും അവർക്ക് സാധിക്കും. അപ്പോൾ അതെല്ലാം വലിയ സാധ്യതകൾ തുറക്കുന്ന കാര്യമാണ്. ഡിജിറ്റൽ പേയ്മെന്റിന്റെ വ്യാപനം രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയെ വലിയ രീതിയിൽ സ്വാധീനിക്കുന്നു എന്നാണ് കരുതുന്നത്. അത് മാത്രമല്ല, ബ്ലാക്ക് മണി തടയുന്നതിന്റെ പ്രവർത്തനങ്ങളെ സുതാര്യമാക്കാൻ ഈ ഡിജിറ്റൽ പേയ്മെന്റിന് സാധിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ എത്രത്തോളം സഹായകരമായിട്ടുണ്ട്? ഈ നമ്മുടെ നാട്ടിലെ ഒരു വലിയ നേട്ടം കഴിഞ്ഞ ഒരു 10-15 വർഷമായിട്ട് നമ്മൾ നോക്കിയാൽ ലോകത്തിന് മുമ്പിൽ എടുത്ത് കാണിക്കാൻ സാധിക്കുന്ന ഒരു നേട്ടം എന്ന് പറഞ്ഞാൽ UPI ആണ്. അതായത് തത്സമയം ഒരു അക്കൗണ്ടിൽ നിന്ന് വേറൊരു അക്കൗണ്ടിലേക്ക് പൈസ മാറ്റാൻ സാധിക്കുന്ന, അതിന് വേണ്ട എല്ലാ സുരക്ഷാ ക്രമീകരണങ്ങളോടും കൂടിയുള്ള ഒരു സമ്പ്രദായം നിലവിൽ വരുത്തുകയും അതിനെ മൊബൈൽ ഫോണിൽ കൂടെ ലഭ്യമാക്കുകയും ചെയ്യാം. നമുക്ക് അതിൻ്റെ വ്യാപ്തി എത്രയാണെന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ ഒരു സെക്കൻഡിൽ ഏകദേശം 10,000-ഓളം ക്യാഷ് ട്രാൻസാക്ഷനാണ് ഒരു സെക്കൻഡിൽ നടക്കുന്നത്. അതിലും ഒരു നല്ല ഒരു നയം ഗവൺമെൻറ് സ്വീകരിക്കുകയുണ്ടായി. അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ എത്ര പൈസ ട്രാൻസാക്ട് ചെയ്യുന്നതിനനുസരിച്ച് ഒരു ശതമാനം ബാങ്കിൽ അതിന് കുറവ് വരുത്തും, അവരുടെ സർവീസ് ചാർജ് പോലെ. അത് ചെറിയ ട്രാൻസാക്ഷൻസിന് എടുത്തു കളഞ്ഞു. അതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ 10 രൂപ കൊടുത്ത് കപ്പലണ്ടി വാങ്ങിക്കാനും നമുക്ക് ഈ UPI വഴിയുള്ള പേയ്മെൻറ്റ് നമുക്ക് ഉപയോഗിക്കാം. അതൊരു നയപരമായിട്ടുള്ള ഒരു തീരുമാനമാണ് ഇതിനെ സഹായിച്ചിട്ടുള്ളത്. പിന്നെ ഇത് രേഖാമൂലമാണല്ലോ ഇത് മാറുന്നത്. അപ്പോൾ അത് നമ്മുടെ കള്ളപ്പണത്തിനെ സ്വാധീനിക്കുന്ന ഒരു സുപ്രധാനമായിട്ടുള്ളൊരു കാര്യമാണ്. നിങ്ങൾ ഇതിൽ കൂടെയാണ് കാശ് കൈമാറുന്നതെങ്കിൽ ഇപ്പോൾ ഒരു ഭാവിയിൽ ഒരുപക്ഷെ എല്ലാ ട്രാൻസാക്ഷനും ഇതിലേക്ക് മാറുന്ന ഒരു അവസ്ഥ വരുമ്പോഴത്തേക്കും കണക്കില്ലാതുള്ള പണമിടപാടിനുള്ള സാധ്യത പൂർണ്ണമായിട്ട് അവസാനിക്കും. അപ്പോൾ ഇതെല്ലാം നമ്മുടെ രാജ്യത്തിനെ ശുദ്ധീകരിക്കാനുള്ള സാങ്കേതികവിദ്യ പ്രവർത്തിക്കുന്നു എന്ന് വേണം നമ്മൾ കരുതാൻ. ഡിജിറ്റൽ ലോകം വളരുമ്പോഴും സൈബർ സുരക്ഷ എന്നത് ഒരു വലിയ വെല്ലുവിളിയാണ്. ഇന്നത്തെ സാഹചര്യത്തിൽ സാധാരണക്കാരായ ജനങ്ങൾ വരെ ഡിജിറ്റൽ സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് വ്യാപകമായിട്ട്. അതുപോലെ പ്രായമായ വിരമിച്ച ഉന്നത പദവിയിലിരുന്ന ആൾക്കാർക്കും ഇത് ഒരുപാട് ഗുണം ചെയ്യുന്നുണ്ട്. പക്ഷേ ഇവരെത്രത്തോളം ഈ സൈബർ സുരക്ഷയെക്കുറിച്ച് അറിഞ്ഞിരിക്കണം, എത്രത്തോളം ജാഗരൂകരായിരിക്കണം? നമ്മൾ ഡിജിറ്റൽ സംവിധാനത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് നെറ്റ്വർക്കിംഗ്. സൈബർ സംവിധാനങ്ങളിൽ നമ്മൾ പ്രവേശിക്കുമ്പോൾ നമ്മൾ ഒരു റിസ്കോട് കൂടി തന്നെയാണ് പ്രവേശിക്കുന്നത്. നമ്മുടെ വിവരങ്ങൾ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയുടെ ഒരു രേഖപ്പെടുത്തലുണ്ടാവുകയാണ്. സോഷ്യൽ മീഡിയ പോലുള്ള സംവിധാനങ്ങൾ നമ്മുടെ പ്രവർത്തനങ്ങൾ, നമ്മൾ എന്തൊക്കെ ചെയ്യുന്നു എന്നുള്ളത്, നമ്മളെവിടെ നിൽക്കുന്നു എന്നുള്ളത്, ഈ വിവരങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് ഒരുപാട് സംവിധാനങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഡിജിറ്റൽ സംവിധാനത്തിനകത്ത് സ്വകാര്യത എന്ന് പറയുന്നത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ പല സേവനങ്ങളും ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് നമുക്കതിനെ പൂർണ്ണമായിട്ട് ഒഴിവാക്കാനായിട്ട് സാധിക്കും. എന്നാൽ അതേസമയം ഓരോ വ്യക്തിക്കും അതിൽ എപ്പോഴൊക്കെയാണ് നമ്മുടെ അതിൽ സ്വകാര്യമായിട്ടുള്ള വിവരങ്ങൾ അതിൽ പങ്കുവെക്കേണ്ടത്, ആവശ്യമില്ലാതെ നമ്മൾ അങ്ങനെ ഒരു കാര്യങ്ങൾ അനുവദിക്കാൻ പാടില്ല. മൊബൈൽ ഓഫ് ചെയ്ത് വെക്കേണ്ട സമയത്ത് ഓഫ് ചെയ്ത് വെക്കുക, ആവശ്യമില്ല നമ്മുടെ നമ്പർ ഷെയർ ചെയ്യാതിരിക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ വ്യക്തികളുടെ ഭാഗത്തുനിന്നും കൂടെ നടപടി ഉണ്ടാകേണ്ടതാണ്. പക്ഷേ സ്വകാര്യത എന്ന് പറയുന്നത് ഷെയർ ചെയ്താൽ മാത്രമേ പല സൈബർ സംവിധാനങ്ങൾക്കും നിലനിൽപ്പുള്ളൂ എന്നുള്ളതാണ് ഒരു വാസ്തവം. ഈ സ്റ്റാർട്ടപ്പുകളും യുവ സംരംഭകർക്കും ഡിജിറ്റൽ ഇന്ത്യ നൽകുന്ന അവസരങ്ങൾ എത്രത്തോളം വലുതാണ്, എത്രത്തോളം ഉപയോഗപ്രദമാണെന്നൊന്ന് വിശദീകരിക്കാം. നമ്മുടെ രാജ്യം പൊതുവെ ഈ സ്റ്റാർട്ടപ്പ് സംസ്കാരത്തിന് വളരെ പ്രാധാന്യം കൊടുത്തിട്ടുള്ള ഒരു ഇടമാണ്. ഇന്ത്യയിലെടുത്താലും കേരളം എടുത്തു കഴിഞ്ഞാലും ഒരുപാട് പദ്ധതികൾ ചെറുപ്പക്കാരായിട്ടുള്ള കുട്ടികൾ തൊഴിൽ തേടുന്നവർ മാത്രമല്ല തൊഴിൽ ദാതാക്കളായിട്ട് മാറാനുള്ള സംവിധാനം. അതിന് പുറമെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലാകട്ടെ ഇപ്പോൾ അഡൽ ഇന്നൊവേഷൻ സെൻറ്റേഴ്സ്, ടെക്നോളജിക്കൽ ഇന്നൊവേഷൻസ് പ്രൊമോട്ട് ചെയ്യാനായിട്ട് അതിനുവേണ്ടിയുള്ള ചെറിയ ലബോറട്ടറീസ്, പരിശീലനങ്ങൾ, എൻ്റർപ്രീനർഷിപ്പ് ഡെവലപ്മെൻറ്റ് സെൻറ്റേഴ്സ്, ഇങ്ങനെയുള്ള ഒരുപാട് സംവിധാനങ്ങൾ വ്യാപിച്ചു കഴിഞ്ഞു. അപ്പോൾ ഒരുപാട് ഏകദേശം 1.5 ലക്ഷത്തോളം സ്റ്റാർട്ടപ്പുകൾ വളരെ വിജയകരമായിട്ട് പ്രവർത്തിക്കുന്നു എന്നാണ് കണക്ക്. ഇതിൻ്റെ ഭാവി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചെറുപ്പക്കാർ അവർ തൊഴിൽ തേടുന്നവരോ അല്ല, അവർ പകരം മറ്റുള്ളവർക്ക് തൊഴിൽ കൊടുക്കുന്ന ആൾക്കാരായിട്ട് മാറാൻ സാധിക്കുന്നു. അതിനുവേണ്ടി സർക്കാർ ഒരുപാട് സംരംഭങ്ങൾ, അതായത് അവർക്ക് ടാക്സ് ഇളവ് കൊടുക്കുക, അതുപോലെ അവർക്ക് വെഞ്ചർ ക്യാപിറ്റലിനെ കണക്ട് ചെയ്ത് കൊടുക്കുക, അത് അവരെ പ്രൊമോട്ട് ചെയ്യാനായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ സർക്കാർ ഒരുപാട് സ്കീംസ് ഉണ്ട് അവർക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ ഇതെല്ലാം തന്നെ നമ്മുടെ നാട്ടിലെ തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കുകയും പുതിയ ഉൽപ്പന്നങ്ങളും സേവനങ്ങളും നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ ഉണ്ടാകുകയും ചെയ്യുമ്പോൾ അതൊരു സാമ്പത്തിക വളർച്ചയ്ക്ക് വളരെ പ്രയോജനപ്രദമായിട്ടുള്ളൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നു. സേവാ പർവിന്റെ ഭാഗമായി ഡിജിറ്റൽ ഇന്ത്യ ആധാർ മുതൽ AI വരെ എന്ന വിഷയത്തെക്കുറിച്ച് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ പ്രത്യേക ചർച്ച സമാപിക്കുന്നു. ചർച്ചയിൽ അതിഥിയായി പങ്കെടുത്ത കേരള സർവകലാശാല മുൻ പ്രൊഫസറും സീഡിറ്റ് മുൻ ഡയറക്ടറുമായ ഡോക്ടർ അച്യുത് ശങ്കറിന് പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. ഏകോപനം ലെമി ജി നായർ, നിർവഹണം പാർവതി വിജയൻ.